മധുരക്കിഴങ്ങ് വെച്ചുണ്ടാക്കാവുന്നതിൽ ഏറ്റവും സിമ്പിളും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആട്ടോ ഇന്ന് കൊണ്ടുവന്നേക്കണേ. എനിക്ക് പണ്ട് തുടങ്ങി മധുരക്കിഴങ്ങ് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു ഐറ്റമാണ് കേട്ടോ. മറ്റുള്ള കിഴങ്ങ് വർഗ്ഗം പോലെയല്ല, ഇതിനൊരു ചെറിയ മധുരമുണ്ട്. ആ മധുരം ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് അങ്ങനെ കഴിക്കൂല. ഒരു ചെറിയ മത്ത് പോലെയൊക്കെ ആയിരിക്കും കേട്ടോ. ഒട്ടുമിക്ക ആൾക്കാർക്കും അങ്ങനെയൊക്കെയാണെന്നറിയാം. പൊതുവെ എല്ലാവരും ഇത് പുഴുങ്ങും, അതിൻ്റെ കൂടെ ഒരു ചെറിയ ചട്നിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ കഴിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ഞാൻ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഇത് ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അപ്പോൾ കാണുന്നതിന് മുമ്പ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. പണ്ട് തുടങ്ങിയിട്ടുണ്ടല്ലോ ഈ ഐറ്റം, ഈ മധുരക്കിഴങ്ങ് ഞങ്ങളുടെ പറമ്പിലൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു എൻ്റെ ചെറുപ്പകാലത്തൊക്കെ. അപ്പോൾ അത് ഒരു സീസൺ ആകുമ്പോൾ അതങ്ങോട്ട് പറിക്കും, മണ്ണിൻ്റെ അടിയിൽ ഇത് ഒത്തിരി ഉണ്ടാവും കേട്ടോ. അപ്പോൾ വീട്ടിലുണ്ടാക്കുമ്പോൾ എനിക്കിത് ഇഷ്ടമല്ല. ആ സമയത്ത് വീട്ടിൽ കപ്പ അങ്ങനെയൊക്കെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ, ചേന, ചേമ്പ് അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഞാൻ കഴിക്കും. പക്ഷേ ഇതിനോട് എന്താണെന്നറിയില്ല, ഇതിൻ്റെ ആ ചെറിയ മധുരം അത് കുറച്ച് കഴിച്ച് കഴിയുമ്പോഴല്ലോ തലയ്ക്ക് മൊത്തം പിടിച്ചൊരു ഫീലാട്ടോ. എന്നെ പോലെയാണോ നിങ്ങൾക്കൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇത് ഇഷ്ടമല്ലാത്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോഴും എനിക്ക് ഇതിനോട് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിട്ടല്ല, എന്നാലും ഞാൻ പലപ്പോഴും ഇതിവിടെ മേടിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പ് ഒരു ദിവസം ഇവിടെ മേടിച്ചപ്പോൾ ഉണ്ടല്ലോ, ഇതിവിടെ വെറുതെ ഇരുന്ന് കവറിലിരുന്ന് മുളച്ചങ്ങോട്ട് പോയി. പിന്നെ ഞാനതടുത്ത് അങ്ങോട്ട് കളഞ്ഞിട്ടോ. അപ്പോൾ കളഞ്ഞ സ്ഥലത്ത് ഇത് ചെറിയ തണ്ട് ഇങ്ങനെ മുളച്ച് മണ്ണിലിങ്ങനെ നിൽക്കണമുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെയൊക്കെ അങ്ങോട്ട് പോയിട്ടോ. പിന്നെ ഇതിങ്ങനെ മേടിച്ചു. ഇത്തവണ മേടിച്ചപ്പോൾ ഞാൻ വെൽ പ്ലാൻഡ് ആയിരുന്നു കേട്ടോ. എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷ് പരീക്ഷിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ 2 കിലോത്തോളം മധുരക്കിഴങ്ങ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് ട്രിപ്പിൽ ഞാൻ 1 kg യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഈ കപ്പയൊക്കെ തോരൻ വയ്ക്കില്ലേ, കടുകൊക്കെ ഇട്ട് ഉള്ളിയൊക്കെ കുത്തി താളിച്ച് എടുക്കൂലേ, അതുപോലെ തോരൻ പോലെ വെച്ച് നോക്കി. അത് ഫസ്റ്റിലേ തന്നെ കട്ട ഫ്ലോപ്പായിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വേറെ ഏതെങ്കിലും രീതിയിലൊന്ന് പരീക്ഷിച്ച് നോക്കണമെന്ന്. ഇതെങ്ങനെയെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ, അതിനുവേണ്ടി. അതിൻ്റെ ഇടയിൽ ഞാൻ ഈ മധുരക്കിഴങ്ങിൻ്റെ ഒരു ചെറിയ പോർഷൻ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ആക്ച്വലി ഇതിൽ ചെറിയ ചെറിയ മുളകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു വാട്ടർ പ്ലാന്റായിട്ട് വളർത്തി ഇങ്ങനെ കൊണ്ടുവരാനല്ല, ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പോർഷൻ കട്ട് ചെയ്ത് ഒരു ഗ്ലാസ്സിൽ വെച്ച് കൊടുക്കാനായിട്ട് മാറ്റി വെച്ചേക്കാണ് കേട്ടോ. അതിൽ കുറേ മുളകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഞാൻ ഈ പാൽക്കപ്പയൊക്കെ ഉണ്ടാക്കില്ലേ, ആ രീതിയിൽ ഒന്ന് പാൽ മധുരക്കിഴങ്ങ് ഉണ്ടാക്കാനായിട്ട് പോകാം കേട്ടോ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാൽ മധുര എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം റെസിപ്പിയാണ്. സ്വന്തമായിട്ട് ഞാനിങ്ങനെ ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ അതിന് എന്തെങ്കിലും പേര് കൊടുക്കണമല്ലോ. അപ്പോൾ അത് വെച്ചപ്പോൾ ഈ പേര് കുറച്ചും കൂടി സൂട്ടബിളായിട്ട് തോന്നി കേട്ടോ. അങ്ങനെ ഞാൻ കൊടുത്ത പേരാണ് പാൽമധുര എന്നുള്ളത്. ആദ്യം തന്നെ മധുരക്കിഴങ്ങ് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഞാൻ ഇത് പീല് ചെയ്ത സമയമുണ്ടല്ലോ, പീല് ചെയ്തതിന് ശേഷം ഞാനൊന്ന് കഴുകിയതാണ്. പിന്നെ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഒന്നുകൂടി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ആക്ച്വലി ഇത് വെന്ത് കഴിഞ്ഞാലുണ്ടല്ലോ മധുരക്കിഴങ്ങിന് ഒരു ചെറിയൊരു മഞ്ഞപ്പുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ലൈറ്റായിട്ട് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാൻ വയ്ക്കുക. ഇതിന് ഒരുപാട് വേവൊന്നും വേണ്ട കേട്ടോ. ഒറ്റ വിസിൽ മതി കുക്കറിൽ വെക്കുകയാണെങ്കിൽ. അതും വളരെ ശ്രദ്ധിക്കാനുണ്ട്. ഞാനിവിടെ 2 വിസിലെടുത്തു കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ കിഴങ്ങ് വേവിക്കാനായിട്ട് ആദ്യത്തെ പ്രാവശ്യം ഞാനൊരു തോരൻ പോലെ വെച്ചെന്ന് പറഞ്ഞില്ലേ, ആ ടൈമിൽ ഞാൻ ഒരു 3 വിസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിങ്ങനെ വെന്തുടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് വേവിക്കാനായിട്ട് ഓപ്പണായിട്ടുള്ളൊരു പാത്രത്തിൽ, അതായത് തുറന്ന പാത്രത്തിൽ വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ല ഇത് എന്തോരം വെന്തിട്ടുണ്ടെന്ന്. നമ്മൾ സാധാരണ കപ്പയൊക്കെ പുഴുങ്ങുന്ന ആ ലാഘവത്തോടു കൂടി ഇത് വേവിക്കാൻ നിൽക്കരുത്. ഞാനിത് ഇങ്ങനെ എടുത്ത് പറയണത് എന്താണെന്നറിയോ, പണ്ടത്തെ ആളുകളാണെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയണ്ട, അവർക്ക് ഓൾറെഡി അറിയാം. പക്ഷേ ഇന്നത്തെ കുട്ടികളൊക്കെ ആകുമ്പോൾ ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ലാത്ത ഒത്തിരി ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അതിനാവശ്യമായിട്ടുള്ള ഉള്ളി, പച്ചമുളക്, ഇത്രയും ഐറ്റംസൊക്കെ നിന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട്. പണ്ടൊക്കെ ഇതിനോടൊന്നും വലിയ താല്പര്യമൊന്നും ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് കാലം കുറേ മാറിയിട്ടോ. ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റുകളൊക്കെ മനസ്സിലാക്കിയപ്പോൾ ആളുകൾ ഒത്തിരി ഇത് ചോദിച്ച് മേടിക്കുന്നുണ്ട്. കൂടുതലും ഈ പ്രായമായ ആളുകൾ, ഈ അസുഖങ്ങളാൽ ബാധിച്ച് പലതരത്തിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ പറയുന്ന ഒരു കിഴങ്ങും കൂടിയാണ് കേട്ടോ ഇത്. നമ്മൾ സാധാരണ കപ്പ പോലെയല്ല, കുറച്ചും കൂടി ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒരു ഐറ്റവും കൂടിയാണ്. അപ്പോൾ അത് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം കേട്ടോ. അത് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളൊന്നും കളയാണ്ട് തന്നെ നല്ല സ്വാദിഷ്ടമായിട്ട് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അതല്ല ഏറ്റവും നല്ലത്. ഞാൻ ഇതിനായിട്ട്
അതിനായിട്ട് ഒരു തേങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 തേങ്ങയോളം വേണം. എൻ്റെ ഒരു ചെറിയ തേങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലിൻ്റെ 1-ാം പാല്, 2-ാം പാല്. സാധാരണ നമ്മൾ പാൽക്കപ്പയൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാനത് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഞാൻ എക്സ്ട്രാ കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തു. അത് എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സായിട്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ. ആക്ച്വലി മധുരക്കിഴങ്ങ് വേവിക്കാൻ എടുക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ഇട്ടാലും ഇല്ലെങ്കിലും അത് വെന്ത് കഴിയുമ്പോണ്ടല്ലോ ചെറിയ മഞ്ഞപ്പ് ഉണ്ടാവും. അതിന് ഓൾറെഡി ഉള്ളതാണത്. അപ്പോൾ നമ്മൾ ഇട്ടാലും ഇട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് ഞാൻ പറയണേ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടല്ല ഇങ്ങനെ മഞ്ഞച്ചിരിക്കുന്നത്. ആക്ച്വലി അതിൻ്റെ കളറും അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് വേറൊന്നും വിചാരിക്കേണ്ട. അപ്പോൾ ദേ ഇതിൽ വെന്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഞാൻ കുക്കറിൽ ഒരു വിസിലാണ് കൊടുത്തത്. ഒരു വിസിൽ കൊടുത്തപ്പോൾ തന്നെ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ നെഞ്ച് കലങ്ങിപ്പോയി എന്ന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞാൽ ഞാനിത് ഓപ്പൺ ആയിട്ടുള്ളൊരു പാത്രത്തിലായിരുന്നു വേവിച്ചെടുക്കേണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി എനിക്ക് വേറെ കുക്കിംഗ് ചെയ്യാനായിട്ട് വേറെ മധുരക്കിഴങ്ങും ഇല്ല. അപ്പോൾ ഞാനിത് വീഡിയോ എടുത്ത് പകുതിയായില്ലേ, അപ്പോൾ ഞാനങ്ങനെ എടുത്തെടുത്ത് പോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് തേങ്ങയൊക്കെ ചിരണ്ടി എടുത്തു. എന്നിട്ട് ഞാനത് അരച്ചെടുക്കുകയാണേ. അപ്പോൾ ഞാൻ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും അങ്ങോട്ട് മാറ്റിയെടുക്കുകയാണ് കേട്ടോ. 1-ാം പാല് ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ, 2-ാം പാല് കുറച്ച് കൂടുതൽ തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രത്തോളം മധുരക്കിഴങ്ങ് എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള തേങ്ങാപ്പാൽ എടുക്കാൻ നോക്കാം കേട്ടോ. എനിക്കിവിടെ 1 kg കഷ്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള തേങ്ങാപ്പാലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പം അതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഞാൻ മധുരക്കിഴങ്ങ് വേവിച്ചപ്പോൾ ഉണ്ടല്ലോ അതിൽ കുറച്ച് വെള്ളം വന്നിട്ടോ. ആ വെള്ളം ഞാൻ ഊറ്റിക്കളയാണ്. കംപ്ലീറ്റ്ലി വെള്ളം അവോയ്ഡ് ചെയ്യണം. ഇപ്പോൾ പാൽക്കപ്പയാണെങ്കിലും അത് വെന്ത് കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ, അത് ഊറ്റിക്കളയില്ല. അതുപോലെ തന്നെ ഇതിലും കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഞാൻ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാനൊരു പാൻ വെച്ചിട്ട് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഞാൻ മധുരക്കിഴങ്ങൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കംപ്ലീറ്റ്ലി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു വിസിലാട്ടോ അടുപ്പിച്ചത്. ഒരു വിസിലിൽ തന്നെ ഇത്രയും കുഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം അത് ഞാൻ റിപ്പീറ്റ് അടിച്ച് പിന്നെയും പറയുന്നത് നിങ്ങൾ ഓപ്പൺ ആയിട്ടുള്ളൊരു പാത്രത്തിൽ തന്നെ ഇത് വേവിച്ചെടുക്കുക, അല്ലെങ്കിൽ അത് വെന്തുടഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും റിപ്പീറ്റ് അടിച്ചത് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആദ്യം ഞാൻ പാൻ വെച്ചിട്ട്, അതായത് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് മധുരക്കിഴങ്ങ് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ 2-ാം പാലാണ് ആദ്യം ഒഴിച്ചു കൊടുത്തത് കേട്ടോ. 2-ാം പാല് കുറച്ച് ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ചെറിയ ചുവന്നുള്ളി, പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. വേവിക്കുക മീൻസ് ആ തേങ്ങാപ്പാൽ അതിൽ കിടന്നൊന്ന് കുഴഞ്ഞ് മറിയണം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് അത്രയൊക്കെ വരുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് കുഴയണം. ആ ഉള്ളിയൊക്കെ വേവണം. അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വെന്ത് അതിലേക്കൊന്ന് പിടിക്കണം കേട്ടോ. അതിന് ശേഷം മാത്രമാണ് ഞാൻ ഫസ്റ്റ് പാല് ചേർക്കുന്നത് കേട്ടോ. ഇപ്പോൾ അതേ ഫസ്റ്റ് പാല് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ടാണ് കടുക് താളിക്കുന്നത്. നമ്മൾ ഈ സാധാരണ പാൽക്കപ്പയ്ക്ക് എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഞാനിതിലും ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ മഞ്ഞപ്പ് കണ്ടിട്ട് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട. പക്ഷേ ഇതിൽ ആ മഞ്ഞപ്പ് വരുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ക്യൂട്ട് കളറാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് ഞാനൊരു മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ കുറച്ച് ഉള്ളി, ഇത് ആക്ച്വലി ഞാൻ നേരത്തെ നന്നാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി എടുത്ത് വെച്ചിട്ട് ഞാനതൊന്ന് താളിച്ചെടുക്കാൻ പോകണം. ഇത് താളിപ്പിനായിട്ടുള്ള കൊച്ചുള്ളിയാണ് കേട്ടോ. നമ്മൾ എരിവിനായിട്ട് കുറച്ച് പച്ചമുളക് ആദ്യം ഉള്ളി ഇട്ടപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനിയും പച്ചമുളകോ മുളക് പൊടിയോ വേറെ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ എങ്ങനെയാണോ പാൽക്കപ്പ ഉണ്ടാക്കിയെടുക്കുന്നത് ആ രീതി തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഉണ്ടാക്കാനും എളുപ്പമാണ്, കഴിക്കാനും അതിലും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിന് കോമ്പിനേഷനായിട്ട് നമുക്ക് ചിക്കൻ കറി, ബീഫ് കറി, ഫിഷ് കറി ഇതൊക്കെ പറ്റും കേട്ടോ. പാൽക്കപ്പയ്ക്ക് എന്തൊക്കെ കോമ്പിനേഷനായിട്ടുണ്ടോ അതൊക്കെ ഇതിനും പറ്റും. അടിപൊളി ടേസ്റ്റാണ്. ഈ തേങ്ങാപ്പാലിലേക്ക് ചേർക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ അതിൻ്റെ ഫ്ലേവർ വേറൊരു ലെവലാണ് കേട്ടോ. ചെറിയൊരു മധുരവും എരിവും ഒക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുഞ്ഞു കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ കുറുക്കൊക്കെ കഴിക്കുന്ന കുഞ്ഞു കുട്ടികളുണ്ടാവുമല്ലോ, അവർക്കിത് കുറുക്ക് രൂപത്തിൽ കൊടുത്താലും നല്ല ടേസ്റ്റാണ്. അവർ വരെ ആസ്വദിച്ച് കഴിച്ചു പോകും. പക്ഷേ ഇത് വെറുതെ പുഴുങ്ങി കഴിച്ചാലുണ്ടല്ലോ ചുമ്മാ ഈ മധുരം മാത്രം കിട്ടുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അത് നമ്മൾ ഒരുപാട് കഴിക്കില്ല. ഇത് ഈ രീതിയിൽ ഉണ്ടാക്കിയാലുണ്ടല്ലോ എത്ര വേണമെങ്കിലും കഴിക്കും. പാൽക്കപ്പ കഴിക്കണേക്കാൾ കൂടുതൽ ഇത് കഴിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അത് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കടുകിട്ട് ഉള്ളി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുക്കാം കേട്ടോ. ഞാൻ നാടൻ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് ഇതിനായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഞാൻ ആ പാൽമധുര കിഴങ്ങിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഉപ്പിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല കേട്ടോ. ഉപ്പ് ഞാൻ ആക്ച്വലി വേവിക്കാനായിട്ട് എടുത്ത സമയമല്ലേ അപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2 പാല് എക്സ്ട്രാ ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ആവശ്യമായിട്ട് വരും. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടയ്ക്കും ഇടയ്ക്കൊക്കെയായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് മാത്രം ചേർക്കുക, എല്ലാം പാകത്തിനായിരിക്കണം കേട്ടോ. ഇപ്പോൾ ദേ ഫൈനലി എൻ്റെ പാൽ മധുരക്കിഴങ്ങ് റെഡി ആയിട്ടുണ്ട്. എനിക്ക് പറയാൻ വാക്കുകളില്ല. ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് പോലും എനിക്ക് ഭയങ്കര കൊതി വരുന്നുണ്ട് കേട്ടോ ഇത് കഴിക്കാൻ. പക്ഷേ എൻ്റെ കയ്യിൽ ബീഫ് കറിയോ ചിക്കൻ കറിയോ ഫിഷ് കറിയോ
ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം രാവിലെ എണീച്ചിട്ട് എൻ്റെ മൈൻഡിൽ ഒരു ചിന്ത അങ്ങോട്ട് വന്നു, ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന്. അങ്ങനെ ഉണ്ടാക്കിയതായിരുന്നു. ആ ദിവസം എൻ്റെ കയ്യിൽ ഫിഷ് ഉണ്ടായിരുന്നില്ല, ചിക്കനോ ബീഫോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഇന്ന് എനിക്ക് കഴിക്കാനായിട്ട് വേറെ കോമ്പിനേഷൻ ഒന്നുമില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേഴ്സണലായിട്ടുള്ള ചോയ്സാട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എൻ്റെ ടൈമൊക്കെ നോക്കിയിട്ട് ഞാനൊരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ നിങ്ങളിതിന് കോമ്പിനേഷനൊക്കെ ആയിട്ട് ചിക്കൻ കറി, ബീഫ് കറി, ഫിഷ് കറിയൊക്കെ ഉണ്ടാക്കി തയ്യാറാക്കി കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കി നോക്കിയുള്ളൂ. അപ്പോൾ ഞാൻ ഇനി മേടിക്കുമ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കും. മസ്റ്റായിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇനി നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് പിടിച്ചില്ലെങ്കിൽ എന്നെ നിങ്ങൾ അൺസബ് ചെയ്ത് പോയിക്കോ. പക്ഷേ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ടും എൻ്റെ ചാനലൊന്ന് സബ് ചെയ്ത് കൂടെ കൂടാട്ടോ. ഞാൻ അത്ര ഉറപ്പാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ആ മധുരക്കിഴങ്ങിൻ്റെ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനൊരു വാട്ടർ പ്ലാന്റ് ആയിട്ട് വീടിൻ്റെ അകത്ത് തന്നെ വയ്ക്കാനുള്ള ഒരു പ്ലാനിങ് ആണ് കേട്ടോ. എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, എനിക്കത് എപ്പോഴും എൻ്റെ കൂടെ തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ. എനിക്ക് ഇത്രയും കാലം എനിക്കിത് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ലൈഫിൽ ഇതിന് മുമ്പൊക്കെ ഇവിടെ മേടിച്ചിട്ട് കഴിക്കാത്തൊരു ഐറ്റമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ പീസ് ഒരു വാട്ടർ പ്ലാന്റ് ആയിട്ട് ഇതിൽ ഞാൻ വളർത്തിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓരോ വളർച്ചാ ഘട്ടങ്ങളും നിങ്ങളെ വരുന്ന ഷോർട്സിലൊക്കെ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ മക്കളെ. ഇനി മറ്റൊരു വ്ളോഗായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.